ഒരു പുണ്യവതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണ്? മഹത്തായ അത്ഭുതങ്ങൾ, ലോകം അതിശയിക്കുന്ന ത്യാഗങ്ങൾ, അസാധാരണമായ സിദ്ധികൾ, ഇങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. അവളുടെ വഴികളൊക്കെ വളരെ ലളിതവും എന്നാൽ അതിശയിപ്പിക്കുന്നത്ര ആഴമേറിയതുമാണ്. അത് സ്നേഹത്തിൻ്റെ ചെറുവഴിയാണ്. അതെ, കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം സ്നേഹം പകർന്നേകിയ പുണ്യജന്മം. ഫ്രാൻസിലെ ലിസ്യു എന്ന ചെറിയ പട്ടണത്തിൽ ഒരു കർമ്മലീത്ത മിണ്ടാമഠത്തിനുള്ളിൽ കേവലം 24 വയസ്സു മാത്രമുള്ളപ്പോൾ മരണപ്പെട്ട ഒരു യുവകന്യകയായിരുന്നു ത്രേസ്യ. ഈ ചുരുങ്ങിയ കാലയളവിൽ എന്താണ് അവൾ ചെയ്തത്? ലോകം കീർത്തിക്കുന്ന എന്തെങ്കിലും മഹാകർമ്മമോ? ഇല്ല. അവൾ ചെയ്യാൻ ശ്രമിച്ചത് ഇവയാണ്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുക എന്നതു മാത്രമായിരുന്നു. കൊച്ചു ത്രേസ്യ എപ്പോഴും സഹോദരിമാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരാഗ്രഹം പോലും നല്ല ദൈവം നിങ്ങളിൽ തോന്നിപ്പിക്കുകയില്ല. ആ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള എല്ലാ കഴിവുകളും ദാനങ്ങളും ദൈവം നിങ്ങൾക്ക് അനുദിനം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. കൊച്ചു ത്രേസ്യ കൂട്ടിച്ചേർത്തു, ദൈവം എന്നിൽ നൽകിയ ഒരാഗ്രഹം പോലും അവിടുന്ന് എനിക്ക് സാധിച്ചു തരാതിരുന്നിട്ടില്ല. അവളുടെ ആത്മകഥയായ നവമാലികയിൽ അവൾ ഇപ്രകാരം പറയുന്നുണ്ട്: സ്വർഗത്തിലേക്കുള്ള ലിഫ്റ്റ് നമുക്കില്ല. അതിനാൽ ചെറിയ പടികളുള്ള ചെറിയ ഗോവണി വഴി മാത്രമാണ് നമുക്ക് അവിടേക്ക് കയറാൻ കഴിയുകയുള്ളൂ. ഈ ചെറിയ പടികൾ തന്നെയാണ് അവളുടെ വഴികൾ. എന്തെല്ലാമാണ് ഈ ചെറിയ പടികൾ എന്ന് കർമ്മലീത്ത മഠത്തിൻ്റെ ചുറ്റുപാടിൽ വെച്ച് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. തൻ്റെ കൂടെയുള്ള ഒരു സഹോദരി തന്നോട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുകയും ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കുകയും ചെയ്യുക. തനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യാൻ തന്നെ ഏൽപ്പിക്കുമ്പോൾ യാതൊരുവിധ പരാതിയും ഇല്ലാതെ അത് സ്നേഹത്തോടെ ചെയ്യുക. ആവശ്യത്തിലിരിക്കുന്ന തൻ്റെ അടുക്കലുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗം ചെയ്യുക. ക്ഷമിക്കുക, മനസ്സുരുകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു. ഇവയൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ലളിതവും ചെറുതുമായി തോന്നാം. പക്ഷേ നമുക്കറിയാം, ഈ നിസ്സാരങ്ങളായി തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പോരാളിയെന്ന്. ഇത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നിയ ചെറിയ കാര്യങ്ങളിലെ വലിയ വിജയങ്ങളിലൂടെയാണ് ത്രേസ്യ ദൈവത്തോട് അതിശയകരമായ സ്നേഹം വളർത്തിയെടുത്തത്. നമുക്കൊക്കെ അറിയാം, ഇന്നത്തെ കുടുംബ വ്യക്തിബന്ധങ്ങൾ ശിഥിലമാകുന്നത് വലിയ കാര്യങ്ങളിലല്ല. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലൂടെ മിന്നിമറയുന്നില്ലേ? ഇവിടെയൊക്കെ നാം സ്വീകരിക്കുന്ന നിലപാടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ നമ്മിൽ നിന്നൊക്കെ വ്യത്യസ്തയാക്കുന്നത്. തിരക്കുകളുടെ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുക. ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ഒക്കെ ഓർക്കാൻ പോലും പലപ്പോഴും സമയം കിട്ടാറില്ല. ഈ ചെറിയ വലിയ പുണ്യവതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ 3 മിനിറ്റിനുള്ളിലും നല്ല ദൈവത്തെ ഞാൻ ഓർക്കാതിരുന്നിട്ടില്ല. ത്രേസ്യ പറഞ്ഞു, യേശു എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് സ്വർണ്ണ കുസ്തോതിയിൽ വസിക്കാനല്ല, മറിച്ച് താൻ അനന്തമായി സ്നേഹിക്കുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വസിക്കാനാണ്. മനുഷ്യരെല്ലാവരും വലുതാകാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം മാത്രം ചെറുതാകാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ചെറുതാകലിൻ്റെ ഒരു സുവിശേഷമാണ് കൊച്ചുറാണി നമുക്ക് തരുന്നത്. ആദ്യ കുർബാന സ്വീകരണ അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സമുദ്രത്തിലേക്ക് ഒരു തുള്ളി ജലം ഇറ്റു വീഴുന്നത് പോലെയായിരുന്നു എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. ഈശോയാകുന്ന സമുദ്രത്തിലേക്ക് കൊച്ചു ത്രേസ്യയാകുന്ന ഒരു തുള്ളി ജലം ഇറ്റു വീണു. പിന്നീട് ഈശോ മാത്രം അവശേഷിച്ചു. കൊച്ചു ത്രേസ്യ അതിൽ ലയിച്ച് ഇല്ലാതെയായി. എനിക്ക് മഹാകർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ എൻ്റെ ചെറിയ ജോലികൾ വലിയ സ്നേഹത്തോടെ ഞാൻ ചെയ്യും. അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവളുടെ ജീവിതം നമുക്കൊരു മഹത്തായ സന്ദേശം നൽകുന്നുണ്ട്. പുണ്യമെന്നത് മലകളെ നീക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ ദിവസം മുഴുവൻ കണ്ടെത്തുന്ന ചെറിയ ചെറിയ പരുക്കൻ കല്ലുകളെ സ്നേഹം കൊണ്ട് മിനുസപ്പെടുത്തി അവയ്ക്ക് പുതിയ രൂപം നൽകുക എന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരു വീരയാത്ര ചെയ്യാൻ സാധിക്കില്ല.
പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരോടൊക്കെ ഒരല്പം കൂടി സ്നേഹം കാണിക്കാൻ കഴിയും. ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചെറിയ സഹായം, ഒരു ചെറിയ ക്ഷമ, ഇവയെല്ലാം സ്നേഹം പകർന്നേകിയ പുണ്യത്തിൻ്റെ ഭാഗമാണ്. അവസാനമായി ത്രേസ്യായുടെ വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതം സുന്ദരമാകട്ടെ, സ്നേഹത്തിൻ്റെ ഒരു നിരന്തരമായ പുഞ്ചിരിയാകട്ടെ. തീരെ കുഞ്ഞായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന വചനത്തിൽ ആകൃഷ്ടയായ ത്രേസ്യ കുറുക്കു വഴിയിലൂടെ സ്വർഗം സ്വന്തമാക്കാൻ തീരുമാനിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ത്രേസ്യായുടെ ഈ ചെറിയ വഴി പിന്തുടരാൻ ശ്രമിക്കാം. സ്നേഹം പകർന്നേകിയ പുണ്യം നമ്മുടെയൊക്കെ ജീവനും ജീവിതവും ആക്കി മാറ്റാം.